ഇന്ത്യ കുതിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മോദിയും കൂട്ടരും പറയുന്നത്. എന്നാൽ അങ്ങനെ കുതിച്ചു വളരുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നില്ല. മറിച്ച് കഴിഞ്ഞ 11 വർഷങ്ങളായി ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതത്തിൽ ആവുകയാണ് ചെയ്തത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ മോദിക്കും കൂട്ടർക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് IMF എത്തി എന്നുകൂടി പറഞ്ഞാൽ എത്ര ദയനീയമാണ് സ്ഥിതി എന്ന് ഓർത്തുകൊള്ളൂ. കുതിച്ചു വളരുന്നു എന്ന് സംഖ്യക്കൂട്ടം പറയുന്ന ഇന്ത്യയുടെ വളർച്ചയുടെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ചുകൊണ്ട് IMF പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കുതിച്ചു വളരുന്ന GDP നമ്പർ വെറും വായിൽ വരുന്ന വാക്ക് വിളിച്ചു പറയുന്നതാണ് എന്നും യാതൊരു സംശയവും നിങ്ങൾക്കില്ലാത്തതുപോലെ തെളിവുകൾ സഹിതം വ്യക്തമാക്കി തരാം. കൃത്യമായ വിവരങ്ങൾ തെളിവുകളോടെ ജനങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രണ്ടാം ക്വാർട്ടറിലെ GDP 8.2% വളർന്നു എന്നാണ് മോദിയും കൂട്ടരും പറഞ്ഞത്. അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി അദാനിയുടെ NDTV കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇന്ത്യക്ക് വലിയ ഉത്തേജനം. ഇന്ത്യയുടെ രണ്ടാം പാദത്തിലെ GDP 8.2% വളർന്നിരിക്കുന്നു. അത് കഴിഞ്ഞ 6 ക്വാർട്ടറിലെ ഏറ്റവും വലിയ വളർച്ചാ നിരക്കാണ് എന്ന്. എത്ര മധുരമായ കള്ളക്കണക്കാണ് ഇത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരാം. GDP കണക്കാക്കുന്നത് ആദ്യം നോമിനൽ GDP കണക്കാക്കും. അതിൽ നിന്ന് GDP ഡിഫ്ലേറ്റർ കുറയ്ക്കുമ്പോഴാണ് റിയൽ GDP ലഭിക്കുന്നത്. ഈ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് വിലക്കയറ്റത്തിന്റെ അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ തോതാണ്. അതായത് സംഖ്യകളുടെ കള്ളക്കണക്കിൽ നോമിനൽ GDP 8.7%. എന്നാൽ ഇൻഫ്ലേഷൻ നിരക്ക് വെറും 0.5% മാത്രമാണ്. അതായത് ഇന്ത്യയിലെ വിലക്കയറ്റം വെറും 0.5% മാത്രമാണ് എന്ന് കണക്കാക്കിയാണ് 8.7 മൈനസ് 0.05 8.2% GDP വളർച്ച ഉണ്ട് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ വിലക്കയറ്റ നിരക്ക് വെറും 0.5% എന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ 11 വർഷങ്ങളിൽ അധികമായി തൊഴിൽ നിരക്ക് വർദ്ധിക്കുന്നില്ല. തൊഴിലില്ലായ്മ കുത്തനെ കൂടുകയാണ്. 2018 മുതൽ നോക്കുകയാണെങ്കിൽ ആളുകളുടെ ശമ്പളം 6 മുതൽ 12% വരെ ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര വലിയ വളർച്ചയുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് 12% ശമ്പളത്തിൽ ഇടിവുണ്ടാകുന്നത്? പ്രമുഖ ധനകാര്യ വിദഗ്ധർ എല്ലാം പറയുന്നത് 2016 മോദിയും കൂട്ടരും കൊണ്ടുവന്ന GDP കണക്കാക്കുന്ന ഫോർമുല യഥാർത്ഥ GDPയേക്കാൾ 3.5% അധികം കാണിക്കും എന്നാണ്. അതായത് പരിപൂർണമായി തട്ടിപ്പ് ഫോർമുലയാണ് GDP കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്നാണ് സ്വതന്ത്ര ധനകാര്യ വിദഗ്ധർ എല്ലാം അഭിപ്രായപ്പെടുന്നത്. അത് നോമിനൽ GDP കണക്കാക്കുന്ന ഫോർമുലയാണ്. അതായത് 8.7% നോമിനൽ GDP വളർച്ച ഉണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥ നോമിനൽ GDP വളർച്ച ഏതാണ്ട് 5.2% മാത്രമേ കൃത്യമായ ഫോർമുല ഉപയോഗിച്ചാൽ ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് ഇൻഫ്ലേഷൻ നിരക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എത്ര ദയനീയമായ നമ്പർ ആയിരിക്കുമെന്ന് ഊഹിച്ചുകൊള്ളൂ. ഇൻഫ്ലേഷൻ വെറും 0.5% മാത്രമേ ഉള്ളൂ എന്ന് ഇവർ പറയുമ്പോൾ യഥാർത്ഥ ഇൻഫ്ലേഷൻ ഒരുപക്ഷെ 5% അധികമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ കൃത്യമായ കണക്ക് ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുകയാണെങ്കിൽ GDPയിൽ യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2022 സെപ്റ്റംബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലെ ഓരോ ക്വാർട്ടറിലെയും നോമിനൽ GDPയും റിയൽ GDPയും കാണിക്കുന്ന ഈ ഗ്രാഫ് കണ്ടുകൊള്ളൂ. 2022 സെപ്റ്റംബറിൽ മോദിയുടെ കള്ളക്കണക്ക് ഉപയോഗിച്ചുള്ള നോമിനൽ GDP വളർച്ച 15% ആയിരുന്നെങ്കിൽ ഇൻഫ്ലേഷൻ നിരക്ക് വെച്ച് കണക്കാക്കി കഴിയുമ്പോൾ വെറും 6% ആയിരുന്നു അന്നത്തെ GDP വളർച്ചയായി കാണിച്ചത്. 8% ഇൻഫ്ലേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. വർഷം മുൻപോട്ട് ചെല്ലുന്തോറും നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വന്ന് ഈ കഴിഞ്ഞ ക്വാർട്ടർ ആയപ്പോഴേക്കും വെറും രണ്ടും തമ്മിലുള്ള അന്തരം 0.5% മാറിയിരിക്കുന്നു. ഇനി ഏറ്റവും വലിയ ഇന്റർനാഷണൽ നാണക്കേട് എന്താണ് എന്ന് വെച്ചാൽ IMF ഈ GDP കണക്ക് പുറത്തുവിട്ട അതേ ദിവസം തന്നെ പറഞ്ഞത് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിലെ എക്കോണമിക് ഡേറ്റകൾ ഒന്നും ഒരു തരത്തിലും വിശ്വസിക്കാവുന്നതല്ല എന്നാണ്. IMF മോദിയുടെ സാമ്പത്തിക ഡേറ്റകൾക്ക് നൽകിയിരിക്കുന്ന ഗ്രേഡ് C ആണ്. 2024 മുതലാണ് IMF എക്കോണമിക് ഡേറ്റകൾക്ക് ഗ്രേഡ് നൽകാൻ തുടങ്ങിയത്. ABCD എന്നിങ്ങനെ 4 ഗ്രേഡുകളാണ് ഓരോ രാജ്യത്തെയും സാമ്പത്തിക കണക്കുകൾക്ക് അവർ നൽകാൻ തുടങ്ങിയത്.
ഇങ്ങനെ ABCD എന്ന് ഗ്രേഡ് നൽകുന്നത് ഇനി പറയുന്ന 5 കണക്കുകളുടെ വിശ്വാസ്യത എത്രത്തോളമാണ് എന്ന് നോക്കിയാണ്. ഒന്ന്, നാഷണൽ അക്കൗണ്ട്സ്, അതായത് GDP, GVA, ഇൻവെസ്റ്റ്മെന്റ് എന്നിവ. 2, പ്രൈസസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സൂചികകൾ. 3, ഗവൺമെന്റ് ഫിനാൻസ്. 4, എക്സ്റ്റേണൽ സെക്ടേഴ്സ്, അതായത് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് തുടങ്ങിയവ. 5, മോണിറ്ററി ആൻഡ് ഫൈനാൻഷ്യൽ ഡേറ്റ. ഈ ഓരോ ഗ്രേഡുകളും സൂചിപ്പിക്കുന്നത് ഇതാണ്. A എന്ന് പറഞ്ഞാൽ വളരെ മികച്ച കൃത്യമായ കണക്കാണ്. B ആണെങ്കിൽ ഓക്കെ ആണ്, ചില പ്രശ്നങ്ങളുണ്ട്. C എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ ഉള്ളതാണ്. D എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഉപയോഗശൂന്യമായത്. അപ്പോൾ മോദിയുടെ കണക്കുകൾ വലിയ കുറവുകൾ ഉണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് IMF പറയുന്നത്. ഈ C ഗ്രേഡ് നൽകാനുള്ള കാരണം, ഒന്ന്, ബേസ് ഇയർ ആയി ഉപയോഗിക്കുന്നത് 14 വർഷം മുൻപുള്ള ഇയർ ആണ്. അതായത് ഔട്ട്ഡേറ്റഡ് ആയ, കാലാവധി തീർന്ന 2011, 2012 ബേസ് ഇയർ വെച്ചാണ് GDP ഇപ്പോഴും കണക്കാക്കുന്നത്. 2, വളരെ പിഴവുള്ള ഡിഫ്ലേഷൻ. ഇന്ത്യ ഉപയോഗിക്കുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ശരിക്കും ഉപയോഗിക്കേണ്ടത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അങ്ങനെ വരുമ്പോൾ കണക്കാക്കുന്ന വളർച്ചയിൽ വലിയ തെറ്റുകൾ ഉണ്ടാവും. 3, വലിയ പൊരുത്തക്കേടുകൾ. പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നും GDP അളക്കുന്നതിൽ പലപ്പോഴും വളരെ വലിയ വിശദീകരിക്കാനാവാത്ത വിടവുകൾ ഉണ്ട്. 4, വിശദാംശങ്ങളും സീസണാലിറ്റിയും ഇല്ലാത്തത്. അതായത് ഓരോ കാര്യങ്ങളും കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് വിശദമായ ബ്രേക്ക് ഡൗൺ കാണിക്കുന്നില്ല. അതുപോലെ ഡേറ്റ സീസണലി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ C ഗ്രേഡ് എന്ന് പറയുമ്പോൾ 3ാം കിട ഗ്രേഡ് ആണ് മോദിയുടേതെന്ന് വ്യക്തമായല്ലോ. ഈ 0.5% ഇൻഫ്ലേഷനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 10 വർഷം മുൻപ് 100 രൂപയുണ്ടായിരുന്ന പച്ചക്കറിക്ക് ഇപ്പോൾ 105 രൂപ മാത്രമേ കാണാൻ പാടുള്ളൂ. അതാണോ യഥാർത്ഥത്തിൽ 10 വർഷത്തെ വിലയും ഇപ്പോഴത്തെ വിലയും? കോർപ്പറേറ്റ് ഏണിങ്സ് GDP ഡേറ്റയുമായി മാച്ച് ചെയ്യുന്നില്ല. ഉപഭോഗം കുറയുകയാണ്. യഥാർത്ഥ വേജസ്, ശമ്പളം കുത്തനെ കുറയുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തകർച്ചയാണ്. നികുതി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ്. ജോബ് ക്രിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ്. പക്ഷെ മോദിയുടെ കണക്കിൽ GDP കുത്തനെ വളരുകയാണ്. വ്യാവസായിക ഉൽപാദനം മുൻപ് 4% വർധനവായിരുന്നു രേഖപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ വെറും 0.4%ലേക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. കാറുകളുടെ വിൽപ്പന 2018 ലെവലിൽ നിന്നും വളരെ താഴെയാണ് ഈ 2025 അവസാനത്തിൽ. എന്തിനേറെ പറയുന്നു, സാധാരണക്കാരുടെ വാഹനമായ 2 വീലറുകളുടെ വിൽപ്പനയും 2018 ഉയർന്ന കണക്കിൽ നിന്നും ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മോദിയുടെ GDP നമ്പർ മാത്രം കുത്തനെ കയറുന്നു. അതുപോലെ മറ്റൊരു കാര്യം, രൂപയുടെ കുത്തനെയുള്ള ഇടിവാണ്. അത് കാണിക്കുന്നത് മറ്റൊന്നുമല്ല, രാജ്യത്തെ സാമ്പത്തിക രംഗത്തിന്റെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. ഏതായാലും മോദിയുടെ കള്ളക്കണക്കിൽ രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിന് പോലും വിശ്വാസമില്ല എന്ന് കാണിക്കുന്നതാണ്. അതിന്റെ പിറ്റേ ദിവസം എല്ലാ മേഖലകളിലുമുള്ള സ്റ്റോക്കുകളിലുണ്ടായ വലിയ ഇടിവ്. അതുപോലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് ദിനം പ്രതിയാണ് പിൻവലിയുന്നത്. അവർക്ക് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വിശ്വാസമില്ല എന്ന് 100% വ്യക്തം. കൃത്യമായ ഫോർമുല വെച്ച് കൃത്യമായി കണക്കാക്കിയാൽ മോദിയുടെ കീഴിൽ ഇന്ത്യയുടെ GDP വളർച്ച വെറും നാമമാത്രമോ ഒരുപക്ഷെ 0ൽ താഴെയോ ആവാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യങ്ങൾ. ഭക്തരുടെ ഭാഷയിൽ മോദിയുടെ കീഴിൽ ഇന്ത്യ കുതിക്കുന്നത് കണ്ട് അസൂയ തോന്നി മോദിയുടെ കള്ളക്കണക്ക് വിശ്വസിക്കാനാവാത്തതാണ് എന്ന് പറഞ്ഞ് C ഗ്രേഡ് നൽകിയ സോറോസ്, ചൈന, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നിവരുടെ പിന്തുണയുള്ള ദേശദ്രോഹി IMF-നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?